ബ്രിങ് ഹിം ഹോം. ഒരാളെ വീട്ടിലേക്ക്, മലയാളത്തിലുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള വഴി, അതേപോലത്തെ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഹായ് ജോൺ, ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഗൂഗിൾ ജോൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. റിഡ്ലി സ്കോട്ട് ഡയറക്ട് ചെയ്ത വേൾഡ് ഫേമസ് ഡയറക്ടറാണ്, ഹോളിവുഡ് ഡയറക്ടർ റിഡ്ലി സ്കോട്ടിൻ്റെ ദ മാർഷ്യൻ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ കാണാൻ വേണ്ടി വരുന്നത്. ആൻഡ് മാറ്റ് ഡേമൺ നായകനായിട്ട് അഭിനയിച്ച സിനിമ. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിന്റെ സിനിമാറ്റിക് അഡാപ്റ്റേഷൻ ആണ്. സോ ദിസ് ഈസ് അഗൈൻ എ സ്പേസ് മൂവി. ഇതിനേക്കാളും മുന്നേ നമ്മൾ കണ്ടത് ഗ്രാവിറ്റി എന്ന് പറയുന്ന സിനിമയാണ്. അതിനേക്കാളും മികച്ച ഗ്രാഫിക്സ് ആണ് ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. സോ നല്ല റിവ്യൂസ് ആണ് സിനിമയെ പറ്റി. സിനിമയ്ക്ക് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. മാറ്റ് ഡേമനെ കൂടാതെ ക്രിസ്റ്റൻ വിഗ് എന്ന് പറഞ്ഞ ആക്ട്രസ്, പിന്നെ അതുപോലെ ജെഫ് ഡാനിയൽസ്, മൈക്കൽ പീന, ഷോൺ ബീൻ, ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ അഭിനയിച്ച ഷോൺ ബീൻ, പിന്നെ ഷിവിറ്റൽ എജ്ഫോർ, അദ്ദേഹം എല്ലാം തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ബട്ട് ലീഡിങ് ക്യാരക്ടർ മാറ്റ് ഡേമന്റെ തന്നെയാണ്. സോ നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകണം അല്ലേ? സോ എനിക്കിവിടെ പോയിട്ട് ക്രെപ്സ് വാങ്ങിക്കാനുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ കൂൾ. സോ നമുക്ക് രണ്ടുപേർക്കും സിനിമ കയറാം ജോൺ. ഓക്കെ. സ്പേസ് അല്ലേ, വഴിയെങ്ങാനും തെറ്റിപ്പോയാലോ. അതെ, കൂടെ തന്നെ നടക്കണം കേട്ടാ, കൈവിട്ട് പോരുത്. അതാണ് സിനിമയുടെ കഥ. ഈ സ്പേസിനെ കുറിച്ച് കഥ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിയേറ്ററിൽ നല്ല സ്പേസ് ഉണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു കാണാൻ. I guarantee you that at some point everything's going to go south on you. Ready? And you're going to say, this is it. This is how I end. Commander, Mark is dead. We have to go now. Now you can either accept that or you can get to work. This will come as quite a shock to my crewmates and to NASA and to the entire world. But I'm still alive. Surprise. Here's the rub. It's going to be 4 years for another mission to reach me. And I'm in a hab designed to last 31 days. So I got to make water and grow food on a planet where nothing grows. But if I can't figure out a way to make contact with NASA, none of this matters anyway. Okay, so we are just out of the movie. What a movie it was. Fantastic. ഒരു വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോൺ, അമേസിംഗ് മൂവി, മസ്റ്റ് വാച്ച്, വർത്ത് വാച്ച്. ഞാൻ നിങ്ങൾ രണ്ടുപേരും വിട്ടുപോകില്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എപ്പോൾ നമ്മൾ കൂട്ടുകാരെ പിരിഞ്ഞു പോകുന്നു അപ്പം ഒരു സിനിമ ആരംഭിക്കും എന്നുള്ളതാണ്. അതായത് ഈ സിനിമ തുടങ്ങിയ സമയത്ത് തന്നെ സിനിമ അവസാനിപ്പിക്കാമായിരുന്നു. ആ കൂട്ടുകാരൊക്കെ തന്റെ കൂടെ വന്നവരെയൊക്കെ പറക്കിയെടുത്ത് തിരിച്ച് ആ സ്പേസ് ഷിപ്പിൽ ഇട്ടിരുന്നുവെങ്കിൽ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു സിനിമ 2 മണിക്കൂർ നീണ്ടു നിന്നത്. ഇതൊരു പാഠമാണ്. അതായത് ഒരു സുഹൃത്തിന് അപകടം പറ്റി കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഇട്ടേച്ച് പോരാൻ പാടില്ല. നമ്മളൊന്ന് നോക്കണം അയാൾക്ക് ജീവനുണ്ടോ ഇല്ലയോ. അതാണ് ഈ സിനിമ നൽകുന്ന പാഠം. ഒരു വണ്ടി വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ, ഒരു ട്രെയിനോ ബസ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ട്രെയിൻ പിടിച്ചെങ്കിലും വരാം. ഇത് മാർസിൽ പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ മാത്രമാണ് പെട്ടുപോയി. ആൻഡ് മാത്രമല്ല ഈ സിനിമയിൽ നമ്മൾ പഠിച്ച മറ്റൊരു പാഠം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിലേക്ക് മാത്തമാറ്റിക്സ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. പക്ഷേ അതല്ല, ബോട്ടണിയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അത് എന്താന്നുള്ളത് കാരണം ഇത് സ്പോയിലേഴ്സ് ആണ്, കാരണം അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാരും കുറച്ച് കൃഷി പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മൾ എപ്പോഴും പറയാറില്ലേ, കൃഷി പഠിക്കുന്നത് എന്നും നല്ലതാണ്. അത് ഈ സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൃഷി മാത്രമല്ല, അതിനുവേണ്ടി വളം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതും നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. സിനിമ കണ്ടവർക്ക് അതിലെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാവും. സോ ഇതിന്റെ സ്റ്റോറിയുടെ ഒരു ലൈൻ പറയണ്ടേ, അതായത് മാറ്റ് ഡേമന്റെ ക്യാരക്ടർ മാത്രമല്ല, ഇവരെല്ലാവരും കൂടെ മാസിലൊരു മിഷന് വേണ്ടി പോകുന്നതാണ്. അവിടെ വെച്ച് ഒരു സ്റ്റോം ഹിറ്റ് ചെയ്തത് കാരണം അവർക്ക് അവിടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വരുന്നു. പക്ഷെ അവിടെ മാറ്റ് ഡേമൺ മാത്രമാണ് പെട്ടുപോകുന്നത്. അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം ആ മാസിൽ അദ്ദേഹം സ്വന്തമായിട്ട് അത് സ്ട്രഗിൾ ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ച് ഭൂമിയിലേക്ക് എത്തുമോ ഇല്ലയോ, അങ്ങനെ എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എത്താൻ പോകുന്നത്, അതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. അതും ഈ 1.5 വർഷം ഈ മാസിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പോലും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല.
മാത്രമല്ല കഴിക്കാനുള്ള ഭക്ഷണമില്ല, അത് അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കണം. പ്രോബ്ലി എല്ലാ റിസോഴ്സും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സീനിലും ടെൻഷനാണ് നമുക്കിത് ഇദ്ദേഹം തിരിച്ചെത്തുമോ ഇല്ലെന്നുള്ളത്. ഇത് ഭയങ്കര ഒരു ഹോപ്പ് തരുന്ന, ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സിനിമയാണ്. കറക്റ്റ്. ഇപ്പൊ ഗ്രാവിറ്റി കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ, ഗ്രാവിറ്റി സച്ച് എൻ അമേസിംഗ് മൂവി. കാരണം ഗ്രാവിറ്റിയുടെ ക്ലൈമാക്സ് ഒക്കെ എത്ര ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എൻഡിങ് ഒക്കെ ഈ സിനിമയ്ക്കുണ്ട്. മാറ്റ് ഡേമൺ ഫാൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മാറ്റ് ഡേമന്റെ പെർഫോമൻസ് അല്ലേ. ഓക്കെ, ഈ സിനിമ കണ്ട ഒരു സാധാരണ പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇന്ന് ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ കുറച്ച് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. കാരണം ഈ സിനിമയ്ക്കകത്ത് പൊട്ടറ്റോയ്ക്ക് ഒരു വലിയ എനിക്കൊന്നും മാറ്റ് ഡേമൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കഥാപാത്രം പൊട്ടറ്റോ ആണ്. അതെ 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 അതെ, അത് നമ്മളിങ്ങനെ കെച്ചപ്പിൽ ഭൂമിയിൽ അദ്ദേഹം അല്ല, അത് വേണ്ട, അത് സ്പോയിലർ ആയി പോകും. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അക്കോർഡിംഗ് ടു മീ ദിസ് ലൈക്ക് എ മസ്റ്റ് വാച്ച്. ഇത് തിയേറ്ററിൽ തന്നെ കാണുക, കാരണം ഒരുപാട് നല്ല ഗ്രാഫിക്സ് യൂസ് ചെയ്തിരുന്ന ഒരു മൂവിയാണ്. ഐ തിങ്ക് ഗ്രാവിറ്റിക്ക് ശേഷം സ്പേസിനെ ബേസ് ചെയ്തിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഇൻ ഹോളിവുഡ്. ഓക്കെ, നൗ ഐ വുഡ് സേ ദാറ്റ് നമുക്കൊക്കെ ഭൂമിയെ തീരെ വിലയില്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. വി ലിവ് ഹിയർ, വി ഗോ, വി ആർ ലുക്കിംഗ് ഫോർ മോർ എക്സൈറ്റ്മെന്റ്. ആരും വിലയില്ല, എറണാകുളത്തേക്ക് ഒന്നൊരു സെന്റ് സ്ഥലം വാങ്ങിക്കാൻ നോക്കും. പക്ഷേ നമുക്ക് ലൈക്ക് യു നോ ദേ ആക്ച്വലി ടേക്ക് us to space and you know make us feel that ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളായ എന്ത് ചെയ്യും. ഐ തിങ്ക് വെരി വെൽ ടേക്കൺ ഇറ്റ്. വെരി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രില്യൻ്റ്ലി മെയ്ഡ് മൂവി. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഭൂമിയിലെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പോഴും നമ്മൾ പറയും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും റിയൽ സ്ട്രഗിൾ ഈസ്. അതാണ് ഈ സിനിമ. So must watch. Today on the big experience, 3 of us recommend you guys to watch this movie called The Martian. അവൻ്റെ കണ്ണിലേക്ക് കണ്ണുകളിലേക്ക്